നമസ്കാരം. നടനും MLA-യുമായ മുകേഷ് ഇപ്പോൾ CPM-ന് തന്നെ തലവേദനയായിരിക്കുകയാണ്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ മുകേഷിന്. മുകേഷിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതികളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മിക്കവാറും മുകേഷിന്റെ MLA സ്ഥാനം തെറിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും മുകേഷിനെതിരെ CPM-നകത്ത് തന്നെ ഒരു വിഭാഗം അസ്വസ്ഥരാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. CPM MLA ആയതുകൊണ്ട് തന്നെ MLA സ്ഥാനം രാജിവെപ്പിച്ചാൽ അത് CPM-ന് വലിയ ക്ഷീണമാകും. അതുകൊണ്ട് തന്നെ അത്തരം കടുത്ത കൈ CPM ചെയ്യിപ്പിക്കുമോ എന്നത് സംശയമാണ്. എന്നാൽ CPM-നകത്തെ വനിതാ നേതാക്കളൊക്കെ തന്നെ മുകേഷിനെ പാടെ തള്ളിക്കൊണ്ട് രംഗത്തെത്തി കഴിഞ്ഞു. ലൈംഗിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട മുകേഷ് MLA-യെ പൂർണ്ണമായും പിന്തുണയ്ക്കാതെയാണ് പല CPM-ലെ വനിതാ നേതാക്കളും പ്രതികരണം നടത്തുന്നത്. ലൈംഗിക പീഡന കേസിൽ മുകേഷ് MLA-ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ പ്രതികരിച്ച സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി നിയമപരമായി രാജിവെക്കേണ്ടത് ആവശ്യമില്ല എന്നും കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രം രാജിവെച്ചാൽ മതി എന്നും തഴുകി പറഞ്ഞുകൊണ്ട് കടന്നുപോയി. അതായത് ധാർമ്മികതയുടെ പേരിൽ രാജി വേണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മുകേഷിന് ഒരു കുത്തുകൂടി സതീദേവി കൊടുത്തു. എന്തായാലും മുകേഷിനെതിരെ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ എന്ന അന്വേഷണം നടക്കുന്നുണ്ട് എന്നും വേവലാതി വേണ്ട എന്നുമാണ് PK ശ്രീമതി പറഞ്ഞത്. കുറ്റവാളി എന്ന് കണ്ടാൽ സർക്കാർ ഒപ്പമുണ്ടാകില്ല എന്ന് മുൻകൂട്ടി തന്നെ PK ശ്രീമതി പറഞ്ഞു കഴിഞ്ഞു. അതായത് CPM-ലെ വനിതാ നേതാക്കൾ മുകേഷിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം തുടർച്ചയായി ഉയർന്ന ലൈംഗിക പീഡന പരാതിയും മുകേഷിനെതിരെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഡിജിറ്റൽ തെളിവുകൾ, ശക്തമായ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുകേഷിന്റെ MLA സ്ഥാനം തുലാസിലാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. സർക്കാർ ഇരയ്ക്കൊപ്പം നിൽക്കുമെന്നാണ് PK ശ്രീമതി ഉറപ്പിച്ചു പറഞ്ഞത്. അതായത് കുറ്റം തെളിയുകയാണെങ്കിൽ മുകേഷിനെ CPM കൈവിടും, സർക്കാർ കൈവിടുമെന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് PK ശ്രീമതി. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് താരസംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാമെന്ന് മോഹിപ്പിച്ചും കൊച്ചി മരടിലെ വില്ലയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് മുകേഷ് MLA-ക്കെതിരായ കുറ്റപത്രത്തിലെ ആരോപണം. 2010-ലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷമാണ് നടി മുകേഷിനെതിരെ പരാതി നൽകിയത് എന്ന് പറഞ്ഞ് മുകേഷ് അതിനെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. നടിയുടെ രഹസ്യമൊഴിയിലെ വിശദാംശങ്ങൾ സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ പോലീസ് കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. നടിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ, ഇമെയിൽ സന്ദേശങ്ങൾ എന്നിവയെല്ലാം ആരോപണം ശരിവെക്കുന്നതാണ് എന്നാണ് കുറ്റപത്രത്തിൽ SIT ആവർത്തിക്കുന്നത്. പരാതിക്കാരിയുമായി മുകേഷ് ഒരുമിച്ച് യാത്ര ചെയ്തതും സാഹചര്യ തെളിവുകളുടെ ഭാഗമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മുകേഷിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇനി പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ മുകേഷ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ CPM എന്തായാലും മുകേഷിനെ തള്ളിപ്പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. MLA സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്യും. ഇപ്പൊ തന്നെ മുകേഷിനെതിരെ CPM-ലെ ഒരു വിഭാഗം നേതാക്കൾ അസ്വസ്ഥരാണ്. മുകേഷിന്റെ നടപടിയിലൊക്കെ കടുത്ത അമർഷമുണ്ട് എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ.